വയനാട് ടൗൺഷിപ്പിലെ വീടുകളിൽ വെള്ളം കിനിഞ്ഞതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം കനക്കുന്നു. വിള്ളലുണ്ടെന്ന ആരോപണമുയർന്ന വീട്ടിലെ റവന്യൂ മന്ത്രി കെ രാജന്റെ പരിശോധന വെറും നാടകമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. മന്ത്രിയല്ല, എഞ്ചിനീയർമാരാണ് പരിശോധിക്കേണ്ടതെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഈ കേസ് എങ്ങും എത്താതെ അന്വേഷിക്കുകയാണ്. ഇ ഡി ഒന്നും നിങ്ങൾ എന്തേ പറയണത്? പിണറായി വിജയന്റെ സർക്കാരും CPM ബന്ധപ്പെട്ട കേസിൽ ഇ ഡി എവിടെയെങ്കിലും അന്വേഷിക്കുക? ഏതെങ്കിലും കേസ് അന്വേഷിക്കുക? വിള്ളലുണ്ടെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വാസയോഗ്യമല്ലാത്ത ഒരു വീടും ദുരന്തബാധിതർക്ക് കൊടുക്കില്ല. രാഹുൽ ഗാന്ധി കല്ലിട്ട കോൺഗ്രസിന്റെ വീടുകൾ എവിടെയെന്നും വി ശിവൻകുട്ടി ചോദിച്ചു. ഈ വയനാട് ടൗൺഷിപ്പിലെ ദുരന്തബാധിതർക്കായി നിർമ്മിച്ചിരിക്കുന്ന വീടുകളെക്കുറിച്ച് പ്രചരിപ്പിക്കുന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണ്. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഇന്നലെ നേരിട്ട് അവിടെ പോയി കാര്യങ്ങൾ പരിശോധിച്ചതാണ്. വീടുകളിൽ വിള്ളൽ കണ്ടെത്തി എന്നൊക്കെ പറയുന്നത് വെറും പച്ചക്കള്ളമാണ്. വീടുകളുടെ വാട്ടർ പ്രൂഫിംഗ് നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല. വെള്ളം കനിഞ്ഞിറങ്ങുന്ന ഭാഗങ്ങളിൽ പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാർക്കിങ്ങുകളെയാണ് വിള്ളലുകളായി ചിലർ തെറ്റായി ചിത്രീകരിക്കുന്നത്. സർക്കാരിന് ഇക്കാര്യത്തിൽ വലിയ ജാഗ്രതയുണ്ട്. കാളിദാസൻ ദേവദത്തം വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. കാളിദാസൻ, ഈ കാര്യത്തിൽ ഓരോ ദിവസവും ഇപ്പോൾ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വിള്ളൽ വിവാദം തുടരുകയാണോ? അതുതന്നെയാണ്. മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലെ വിള്ളൽ വിവാദം ഇന്നിപ്പോൾ കൂടുതൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ദിവസത്തെ റവന്യൂ മന്ത്രി കെ രാജൻ ഈ 8-ാം നമ്പർ വീട്ടിൽ, നൌഫലിന്റെ വീട്ടിൽ വിള്ളൽ കണ്ടെത്തിയ ആ വീട്ടിലെത്തി. ഇതോടൊപ്പം ആ വിള്ളലിന്റെ ഇരുവശങ്ങളിലുമായി ചേർത്തിരുന്ന ആ വരകൾ മായ്ക്കുന്ന പ്രക്രിയയിലേക്കൊക്കെ കടന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് വൈകുന്നേരത്തോടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷിന്റെ സന്ദർശനം കൂടിയായപ്പോൾ അത് കൂടുതൽ രാഷ്ട്രീയ ആരോപണങ്ങളിലേക്ക് കടന്നു. ഇന്നിപ്പോൾ കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് തന്നെ വലിയ രീതിയിലുള്ള ആരോപണം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. അതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രത്യാരോപണവുമായി രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് ഗുരുതര ക്രമക്കേട് നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം മന്ത്രി കെ രാജൻ അവിടെ കാട്ടിയത് നാടകമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഒപ്പം തന്നെ പരിശോധിക്കേണ്ടത് മന്ത്രിയല്ല, അത് എഞ്ചിനീയർമാരാണ് പരിശോധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഗുരുതര ക്രമക്കേട് എന്നുള്ളത് കൂടിയാണ്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ OJ ജനീഷ് പറഞ്ഞത് രാഷ്ട്രീയപരമായി ദുരുപയോഗം ചെയ്തു സർക്കാർ ടൗൺഷിപ്പിനെ എന്നുള്ളതാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ കൂടി ഈ പ്രസ്താവനയിലേക്ക് വരുമ്പോൾ ഇത് കൂടുതൽ സർക്കാർ ടൗൺഷിപ്പിലെ വിള്ളൽ വീണ വീട് കൂടുതൽ പ്രത്യാരോപണങ്ങൾക്ക് പാത്രമാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത്. വി ശിവൻകുട്ടി അതിനെതിരെ സംബന്ധിച്ച വിള്ളലില്ല, ആ ഒരു വാദം കള്ളമാണെന്നുള്ളതും കൂടിയാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാജൻ പറഞ്ഞതും തനിക്ക് അങ്ങനെ ഒരു വിള്ളൽ കണ്ടെത്താനായില്ല. വിള്ളലല്ല, ആ ഒരു വാക്ക് പ്രയോഗിക്കുന്നതിന്റെ പ്രശ്നമാണ്. വെള്ളം കിനിഞ്ഞിറങ്ങുന്നതാണ് എന്നുള്ളതാണ്. പക്ഷേ വാസ്തവത്തിൽ അവിടെ വെള്ളം കിനിഞ്ഞിറങ്ങുന്നുണ്ട്. ആ വെള്ളം കിനിഞ്ഞിറങ്ങുന്നത് ചോർച്ച എന്നുള്ള തലത്തിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ആ ചോർച്ച അവിടെ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇപ്പോക്സി കോട്ടിംഗ് പിന്നീട് വീണ്ടും പൂശിയ ശേഷം അതിന് ചുറ്റും പോണ്ടിംഗ് ടെസ്റ്റ്, വെള്ളം കെട്ടി നിർത്തുന്ന പോണ്ടിംഗ് ടെസ്റ്റ് അടക്കം നടത്തി വീണ്ടും അവർ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസമായപ്പോൾ ആ പരിശോധനയ്ക്കായി അതിന് ചുറ്റും കെട്ടിയിട്ടുള്ള ആ സിമന്റ് കട്ടകൾ തന്നെ, ആ ഒരു സംവിധാനം തന്നെ പൊളിച്ചു മാറ്റി ഇപ്പോൾ വീണ്ടും ഇപ്പോക്സി കോട്ടിംഗ് നൽകി അവിടെ 2-ാം ഘട്ട കോൺക്രീറ്റിംഗിലേക്ക് കടക്കുന്ന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ 178 വീടുകളും, ആദ്യഘട്ടത്തിൽ കൊടുക്കാനുള്ള 178 വീടുകളും 2-ാം ഘട്ട കോൺക്രീറ്റിംഗിന്റെ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതും കൂടിയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. അനുജ, ശരി, വയനാട് ടൗൺഷിപ്പിലെ വിള്ളൽ വിവാദം, അതിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.